ഹായ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിക്ക് കിടന്നാലോ? ഞാൻ ഇപ്പോൾ മോർണിംഗ് തന്നെ വീഡിയോ ചെയ്യണം കേട്ടോ. കാരണം ഒത്തിരി പേര് എൻ്റെ അടുത്ത് സെക്കൻഡ് പാർട്ടി ചോദിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ കുറേ പേർക്ക് മോട്ടിവേഷനൊക്കെ ആയെന്ന് പറഞ്ഞു. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്തിനാണ് ഇതിപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ കുറേ പേര് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ടോപ്പ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലാഞ്ഞിട്ടും പിന്നെ ഒരു മിഡിൽ ക്ലാസ്സിലൊക്കെ വളർന്നു വരുന്ന ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ കഷ്ടപ്പാടും വേദനകളും എല്ലാം എനിക്കറിയാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ വിഷമവും എന്താ പറയുക, പഠിക്കാൻ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൂ. എനിക്ക് നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലീന വീഡിയോ കണ്ടു, ഒത്തിരി ഇഷ്ടമായി, സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞത് നമ്മൾ എന്താ പറയുക, CGPA ഒക്കെ കിട്ടി സപ്ലിയൊക്കെ ക്ലിയർ ചെയ്ത് പാസ്സായതാണ്. എൻജിനീയർ ആയതിനു ശേഷമുള്ള സ്റ്റോറിയാണിത്. എൻജിനീയറിങ് ഞാൻ റിസൾട്ട് വരുന്ന ഫൈനൽ ഇയർ സെമ്മിൻ്റെ റിസൾട്ട് വരുന്ന അനുസരിച്ചാണ് സപ്ലിയുടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. സപ്ലി ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ടൈം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ക്ലിയറായി. നെക്സ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജ് ആണ് എടുക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ സ്റ്റഡീസ് കഴിഞ്ഞാൽ കോളേജിൽ നല്ല പ്ലേസ്മെൻറ്റ്സിലൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്ലേസ്മെൻറ്റിൽ എനിക്ക് അവിടെ ഏതോ ഒരു കമ്പനിയിൽ എനിക്കത് ക്ലിയർ അല്ല. ഇപ്പോഴും അവരെനിക്ക് ഓഫർ ലെറ്റർ ഒന്നും അന്ന് അയച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2-3 പേർക്കൊക്കെ വേറെ കിട്ടി കേട്ടോ, നമ്മൾ കോളേജിൽ നിന്ന് ട്രൈ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നത് പ്ലേസ്മെൻറ്റിൻ്റെ ആ സെല്ല് കറക്റ്റായിട്ട് വർക്കിംഗ് അല്ലായിരുന്നു തോന്നുന്നു. എന്തൊക്കെയോ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ ഫൈൻ, അത് കിട്ടും. അപ്പോൾ അത് കിട്ടിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് അന്ന് ഈ പറഞ്ഞ ഗൂഗിള് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലി ഫോർ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് അസൈൻമെൻറ്റ്സ് ചെയ്ത് അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഗൂഗിളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിയിട്ട് നെക്സ്റ്റ് കോഴ്സ് എന്ത് ചെയ്യും, അങ്ങനെ ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നത്, ഏതാണ് കോറ്, അന്ന് ലിങ്ക്ഡിൻ ഉണ്ടെന്നറിയാം. പക്ഷെ ലിങ്ക്ഡിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക, എന്തായിരിക്കും ജോബ്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ബിടെക് ഒക്കെ കഴിഞ്ഞ് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഏത് ലാംഗ്വേജിൽ. അപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ നോക്കാം, ഓപ്പണിങ്സ് ഏതിലാന്ന് നോക്കാം, ഇന്ന കൺട്രിയിൽ ഏതൊക്കെ ഓപ്പണിങ്സ് ആണ് കൂടുതലുണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പോൾ. അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കറിയണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നമായത്. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി PHP ആണ് എടുത്തത്, നീ അത് തന്നെ പൊക്കുക. അപ്പോൾ എനിക്ക് PHP എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും വേണ്ട, അവൾ എടുത്തതല്ലേ വേണ്ട, മറ്റേ ഈഗോ, അവളെടുത്തത് ഞാൻ എടുക്കുന്നതെന്നുള്ളൊരു ഈഗോ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സംഭവം. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചേച്ചി പഠിച്ച അതേ സോഫ്റ്റ് ആൻഡ് ടെക്നോളജി എറണാകുളത്തുള്ള ഒരു ടെക്നോളജി പഠിപ്പിച്ചു തരുന്ന ഒരു സെൻ്ററാണ്. അപ്പോൾ അവിടെ പോവാം. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ അവർ ഏത് ലാംഗ്വേജാണ് വേണ്ടത് ഞാൻ ചോദിച്ചാൽ ഏതിനാണ് കുറച്ച് ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞു പൈത്തൺ നല്ലതാണ്, ഇപ്പോൾ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ പൈത്തൺ എറണാകുളം പോവാം, അടിച്ചു പൊളിക്കാം എന്നൊരു ഇത് മാത്രമേ എൻ്റെ മനസ്സിൽ ആ ടൈമിലുള്ള. അത് പഠിച്ച് ജോലി കിട്ടി ഏൺ ചെയ്യണം അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷമായിട്ട് പറയുന്നത്. അങ്ങനെ 6 മന്തിൻ്റെ കോഴ്സായിരുന്നു. 2020 ഒക്ടോബറൊക്കെ ആയപ്പോൾ ഓക്കെ പോവാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഒക്ടോബർ 6 മന്ത് കോഴ്സാണ്, ഏപ്രിലൊക്കെ കഴിയേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഡിലേ കൊണ്ട് എനിക്ക് ക്ലാസ്സിൽ പോകാൻ തോന്നില്ല. ഞാൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഉഴപ്പി എനിക്ക് പൈത്തൺ വലുതായിട്ട് അറിയില്ല. പക്ഷേ എന്തൊക്കെയോ ചെയ്ത് മിനി പ്രോജക്റ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഡിജാങ്കോ ഫ്രെയിംവർക്കൊക്കെ ഞാൻ അന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചു. പക്ഷേ എന്തൊക്കെയോ ചെയ്ത് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നെക്സ്റ്റ് മന്ത് നമ്മൾക്ക് പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ വേറെ വർക്ക് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഈ സോഫ്റ്റ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പഠിപ്പിക്കുന്ന കോഴ്സ് പഠിപ്പിക്കുന്ന സെൻറ്ററിൽ അവർ നമുക്ക് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യും. ഹോസ്റ്റൽ ഫീ നമ്മൾ കൊടുക്കണം. അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരും, അവർ തന്നെ കണ്ടുപിടിച്ച് തരും, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ, അവരെ നമുക്ക് ചെയ്ത് തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഹോസ്റ്റൽ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, അവർ കണ്ടുപിടിക്കും. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം കണ്ടുപിടിച്ച് തരാൻ സഹായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓക്കെ പാർട്ട് ടൈം ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക
ആ കോഴ്സിനുള്ള എമൗണ്ട് അടയ്ക്കുകയും ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഒരു 2000 ഒക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യും. അത് ഞാൻ ഫസ്റ്റ് എനിക്ക് അവർ പാർട്ട് ടൈം സെറ്റാക്കി തന്നത് ഒരു കോൾ സെൻറ്ററിലാട്ടോ. കോൾ സെൻറ്റർ പനമ്പള്ളി നഗറിലുള്ള ഒരു കോൾ സെൻറ്ററിൽ 7000 രൂപ കിട്ടും നമുക്കപ്പോൾ. 5000 എനിക്ക് ഹോസ്റ്റൽ ഫീ 5000 ആയിരുന്നു, സ്റ്റേയും ഫുഡ് അടക്കം. അത് കൊടുക്കാം, ബാക്കി 2000 ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് വെച്ചു. 7:30 ഡ്യൂട്ടിക്ക് പോകണം. 7:30 ഡ്യൂട്ടിക്ക് പോയിട്ട് അതിൻ്റെ മിഡിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, 1 hour പൈത്തൺ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് അവിടെ കണ്ടുവന്ന സംഭവം, ആക്ച്വലി നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പാർട്ട് ടൈം വർക്കിലായിരിക്കും. നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ അവിടെ ഹിന്ദി അറിയണമായിരുന്നു. എനിക്ക് ഹിന്ദിയിൽ ഫുൾ മാർക്ക് +2 ഉണ്ടെങ്കിലും എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് വേണ്ട. ഞാൻ അവരുടെ പറഞ്ഞു എനിക്കിത് വേണ്ട, എനിക്ക് വേറെ. അത് പറഞ്ഞു അത് കണ്ടുപിടിച്ചാൽ കുറച്ച് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടുപിടിച്ച് തരാമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ആ സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഹോസ്റ്റലിലുണ്ടായിരുന്ന കുട്ടികൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അലീന, എൻ്റെ ചേച്ചിനെ വിളിച്ചോന്നിട്ട് അവർ ഡിപ്ലോമ കഴിഞ്ഞു തന്നിരുന്നു. അലീന ചേച്ചി നമുക്ക് അവിടെ പോവാം, ഞങ്ങളൊരു കൺസൾട്ടൻസി പോകുന്നുണ്ട്, 8000 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 1000 രൂപ കൂടി. അത് ജോബ് കൺസൾട്ടൻസിയാണ്. ലൈക്ക് നമ്മൾ ഓരോരുത്തരെ കോൾ ചെയ്തിട്ട് ജോബ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ രജിസ്റ്റേഡ് ഫീ ഉണ്ട്, ഇത്ര എമൗണ്ട് അടയ്ക്കണം, ഇത്ര എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കോൾ എന്തായാലും കറക്റ്റാക്കി തരാം. നോർമൽ കൺസൾട്ടൻസി എന്തൊക്കെ വാഗ്ദാനങ്ങൾ തരുന്നു അതൊക്കെ ചെയ്യും. പക്ഷെ അവിടെ നടന്നിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കും. പിന്നെ അവർക്ക് അതൊരു പ്രോപ്പർ സിസ്റ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അവിടെ ഒരു മാസം പിന്നെ ടാർഗറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ ഇത്ര പേരെ ഇതാക്കി കൊടുക്കണം എന്നാലേ ഇങ്ങനെയുള്ളൂ, അല്ലാത്തവരെ അവർ ഇതാക്കി കൊടുക്കും, പൊക്കോന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് അതും പറ്റുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ കൺസൾട്ടൻസിയുടെ അടിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. വാക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഓർഡർ വരുന്നത് എഴുതി കൊടുക്കുക, അവിടെ എന്തൊക്കെ ഡെലിവറി വരുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 11 മണി തൊട്ടിട്ട് 3 മണി വരെ 5000 എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഹോസ്റ്റൽ റെൻറ്റിന് വേണ്ടിയിട്ട് വേറെ ആരുടെ അടുത്തും പോയി കെഞ്ചണ്ടല്ലോ. ആ ടൈമിൽ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ ഭയങ്കര ബാഡായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു ഇത് ചെയ്യണം. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കവിടെ ആ ഒരു പ്ലേസ് ഒക്കെ ആയിട്ട് ഒട്ടും കംഫർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല ജോലിയൊക്കെ നല്ലതാണ്, നമുക്ക് എന്താ പറയുക, പക്ഷേ എന്തോ സംതിങ് എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ വേറെ തപ്പി കണ്ടുപിടിച്ചിട്ട് ഞാൻ പഠിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്യാൻ പോയി. അവിടെ കസ്റ്റമർ റിലേഷൻ, നമുക്ക് കേക്കിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ അതൊക്കെ ഇതായിട്ടാട്ടോ ഞാൻ ഈ പൈത്തൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് മന്ത് ഞാൻ ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാതെ ഇതിന് കേക്ക് ഷോപ്പിൽ കസ്റ്റമർ കെയർ റിലേഷൻ എന്തൊക്കെയാ CR എന്ന് പറയാം, കസ്റ്റമർ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കേക്ക് ഉണ്ട് ആ കേക്കിനെ പറ്റി പറയാം. ഞാൻ പൂർണ്ണിമേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ വൈഫ്, അവരൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ബിടെക് കഴിഞ്ഞു, പഠിച്ചു, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ ഇരുന്ന് സെർച്ച് ചെയ്ത് കോളൊക്കെ ചെയ്ത് ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. അന്ന് പൈത്തൺ ഇത്ര അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. പൈത്തൺ കുറേ കമ്പനീസിലൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചതാണെങ്കിൽ പൈത്തണാണ്, എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല, ഫുൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സമയം ആയപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കോൾ ചെയ്യുമ്പോൾ അവർ ഓഫർ ചെയ്യുന്ന സാലറി പൈത്തൺ ഓക്കെ ട്രെയിനായിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓഫർ ചെയ്യുന്നത് 8,000 റുപ്പീസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം എൻ്റെ ഒരു ഇൻകം മാത്രം, അമ്മ വർക്കിംഗ് ആയിരുന്നു ആ സമയത്ത്. നമുക്ക് റൈസ് മില്ലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ അമ്മ അത്യാവശ്യം സ്റ്റിച്ചൊക്കെ ചെയ്യും കേട്ടോ, സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം അങ്ങനെ തട്ടിമുട്ടി പോകാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ 2021 വീട്ടിൽ പറഞ്ഞു എനിക്ക് ദുബായ് പോകണം എന്ന് പറഞ്ഞു കേട്ടോ. ദുബായ് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ പോകണ്ട, ഇവിടെ 1 year ഒക്കെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ 2 year ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നീ പോയാൽ മതി എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പോകണം, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കാവും, എനിക്കിനി അങ്ങോട്ട് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ നിൽക്കുന്നതിൻ്റെ തീരുമാനിച്ച് കഴിഞ്ഞു കേട്ടോ, പോകണമെന്ന്, ദുബായിലോട്ട് പോകണമെന്ന്. അപ്പോഴാണ് ഞാനൊരു സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് വീഴുന്നത്. എറണാകുളത്ത് വെച്ചിട്ട് ഹോസ്റ്റലിൽ വെച്ചിട്ട് അവിടെ നിന്ന് വീണത്. ആക്ച്വലി അവിടെ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ കുട വെച്ച് ഒരു ഡാൻസ് കളിച്ചതാണ്. അപ്പോൾ അങ്ങനെ വീണു. എൻ്റെ മുട്ടിൽ, കാൽമുട്ടിൻ്റെ നീടെ ഭാഗത്തായിട്ട് ഭയങ്കര വേദന, ഇടയ്ക്കിടയ്ക്ക് അത് തെറ്റുക, കുഴ തെറ്റുക എന്നൊക്കെ പറയും നമ്മളവിടെ. അപ്പോൾ ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായേ. പിന്നെ നമ്മുടെ അവിടെ എൻ്റെ വീട് എളവള്ളിയിലാണ്, ഗുരുവായൂർ അടുത്ത് എളവള്ളിയിലാണ്. അപ്പോൾ എളവള്ളിയിൽ ഇപ്പോഴും ഞാൻ താങ്ക്ഫുള്ളാണ് ആ കാര്യത്തിന്. അതെന്താണെന്ന് ഞാൻ പറയാം.
മറ്റേ കളരിയിലെ ചേട്ടനുണ്ട്, ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാലിൻ്റെ മുട്ട് തെറ്റും നടക്കും തെറ്റും, പിന്നെ ഒരു പച്ചമരുന്നൊക്കെ വെച്ച് കെട്ടി കുറച്ച് നാളല്ല, ഒരു 1.5 മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ആലോചിച്ചു എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നാലോചിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആട്ടോ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീന നടക്കരുത്, എല്ലാ ഇയേഴ്സും ഈ ഒരു ടൈമിൽ ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുന്ന ഒക്ടോബറിലാണ് കേട്ടോ. 1 മന്ത് ഫുൾ റെസ്റ്റ്. അത് കഴിഞ്ഞ് ഡിസംബർ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഓക്കെയാണ്. അന്നേക്ക് വേദന ഉണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, എനിക്ക് പോകണം, ദുബായിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഓക്കെ. അങ്ങനെ ഈ വീണേ മുന്നേ ഞാൻ പാസ്പോർട്ട് എടുത്തട്ടോ. പാസ്പോർട്ട് എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം പോകാൻ നിൽക്കുന്ന ഒരു ടൈം ആകുമ്പോഴേക്കാണ് ഞാൻ വീഴുന്നത്. വിസ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടിക്കറ്റൊക്കെ നോക്കിയിരിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു എങ്ങനെയാണ് റേറ്റ് വരുന്ന കാര്യങ്ങൾ. അങ്ങനെ ഞാൻ വീണിട്ട് റെസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഡിസംബർ ആയപ്പോൾ അമ്മ പറഞ്ഞു നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അവിടെ ആരും ഇല്ലാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ഒരു ഫസ്റ്റ് കസിൻ ഉണ്ട്, ആ അങ്കിളിനെ വിളിച്ചു. അങ്കിള് ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. അങ്കിളിൻ്റെ മോൻ IT-യിലാട്ടോ വർക്ക് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡൗട്ടൊക്കെ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ അങ്കിളിനെ വിളിച്ചു. അങ്കിള് പറഞ്ഞു അതിനിപ്പോൾ എന്താ അവളെ വിട്ടോ, നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ടിക്കറ്റ് നോക്കി. ഞാൻ എയർ ഇന്ത്യയിലാട്ടോ വന്നത്. എൻ്റെ ഇപ്പോഴും ആ ബോർഡിംഗ് പാസ് ഇരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്ത് കണ്ടതാണ്. അപ്പോൾ എയർ ഇന്ത്യയിൽ വന്ന് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജാനുവരി 16 2022 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒത്തിരി ഡ്രീമോട് കൂടെ ഞാൻ കയറിയ ഫ്ലൈറ്റ് ആയിരുന്നു അത് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടോ. താങ്ക് യു സോ മച്ച് എല്ലാവരുടെ അടുത്ത്. എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഏറ്റവും പില്ലറായിട്ട് നിന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റ് എടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ 2022 ജാനുവരി 16 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറി ദുബായിലല്ല കേട്ടോ, ഷാർജയിൽ ഞാൻ ലാൻഡ് ചെയ്തു. ഷാർജയിലായിരുന്നു. അപ്പോൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം എനിക്ക് ഇപ്പോൾ പോവുക, ഓഫീസിൽ പോകാൻ ടൈമും ആയി. പിന്നെ ഈ വീഡിയോ മേ ബി ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഞാൻ പാട്ടായിട്ട് എന്തായാലും ഇടാം. 2 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ മാക്സിമം ഇടാം. കാരണം എൻ്റെ സ്റ്റോറി നിങ്ങൾ മൊത്തം കേൾക്കണം. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ മിഡിൽ ക്ലാസ്സിൽ അതിൻ്റെ ലോവർ ക്ലാസ് അപ്പർ ക്ലാസ് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല ഞാൻ ഒരിക്കലും. എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്ത വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരും. എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബൈ.